Behind Woods presents RDX Success Celebration supported by Genius Academy, DJ Detergents and REG Immigration and Education. OET IELTS പഠനം മുതൽ UK ന്യൂസിലൻഡ് റിക്രൂട്ട്മെന്റ് വരെ Genius Academy ഉറപ്പ് നൽകുന്നു. DJ Fresh Matic Liquid Detergent or ഒറ്റക്കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic. വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള REG Immigration and Education കൂടെയുണ്ട്. മ്യൂസിക് ഡയറക്ടറുടെ എല്ലാ അനുഗ്രഹത്തോടെ ഞങ്ങൾ തുടങ്ങുന്നു. അത് പിച്ചു കൂടും. വന്നതിലും വലുതൊന്നും വരാനില്ല, നീ പാടാ. ഹലോ ബെല്ലു, വെറുതെ പറഞ്ഞോ, ഞാൻ പേപ്പേനെ കൊണ്ട് പാടിപ്പിക്കാം. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഭാര്യ എന്താ പറഞ്ഞേ? സിനിമ കാണാൻ വരുമ്പോ മര്യാദയ്ക്ക് നേരമൊക്കെ സിനിമ കാണണം, തൊട്ടടുത്തിരിക്കുന്ന പെൺപിള്ളേരെ നോക്കണം. റോബർട്ടിന് വിനിയുണ്ട്, ഡോണിക്ക് സിനിയുണ്ട്, സേവിയറിനെ ഒതുക്കിയോ? സേവിയറിന് നഞ്ചക്സ് പ്രേമമില്ല, മറ്റതില്ല, മറിച്ചില്ല. പക്ഷേ സേവിയറിന്റെ സെക്ഷൽ ഓറിയന്റേഷനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഡയറക്ടർ പറഞ്ഞു തന്നിട്ടില്ല. മോനെ അപ്പ വന്നടാ, അപ്പോ ഹലോ, ആര് വിളിച്ചാലോ ഓടിച്ചാടി പോരും. ഷൂട്ടിന് അങ്ങനെ ആയിരുന്നില്ല. ആ സമയത്ത് സൂപ്പർ സ്റ്റാർ ഒക്കെ തമിഴിലൊക്കെ അഭിനയിച്ച് കുറെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ കരയുന്ന സീൻ എടുക്കാനായിരുന്നല്ലേ ഏറ്റവും എളുപ്പം. അതില് കൊച്ചു ജീവിക്കായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. ചേട്ടനും അനിയനും രണ്ടുപേരും താടി ഇങ്ങനെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ സംഭവം? നമുക്ക് താടിയൊക്കെ വളർത്താൻ പറ്റുള്ളൂ. റോബർട്ടും ഡോണിയും ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ചേട്ടനും അനിയനും രണ്ടുപേരും താടി ഇങ്ങനെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ സംഭവം? നമുക്ക് താടിയൊക്കെ വളർത്താൻ പറ്റുള്ളൂ. അല്ല, ഈ ഗംഭീരമായി സിനിമ അതിഗംഭീരമാകുമെന്ന് പ്രതീക്ഷിച്ച ചേട്ടനും അനിയനും ആണോ ഇത്? നമ്മള് പടം ചെയ്യുമ്പോ അങ്ങനെയൊക്കെയല്ലേ ആഗ്രഹിക്കണേ. നമ്മള് ചില ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഭയങ്കര ഹിറ്റാവും. അല്ല, ഞാൻ കേട്ടൊരു കാര്യം പറയട്ടെ. അതായത് ഈ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ ആണ് ഈ സിനിമ ചെയ്യുന്നത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ സുഹൃത്തായ നഹാസ് അത് പറഞ്ഞതും ഓക്കെ, കഥയൊന്നും എനിക്ക് കേൾക്കണ്ടടാ, ഞാൻ സിനിമയിൽ ഓക്കെ ആണ് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഡോണി എന്ന് കേട്ടു. അങ്ങനെയാണോ ആന്റണി പെപ്പെ? അങ്ങനെ തന്നെ. നഹാസും ഞാനും തമ്മിലുള്ളൊരു, നമ്മള് വേറൊരു പടം ചെയ്തായിരുന്നു. അതിന്റെ ഒരു ഇത് നഹാസ് ഏത് കഥ പറഞ്ഞാലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. അങ്ങനെ സംഭവിച്ചു. ഈ ഞാനൊരു കാര്യം ചോട്ടെ, ഈ നീലനിലവേ പാട്ട് അനിയൻ പാടി കേൾക്കണം എന്ന് ചേട്ടന് ആഗ്രഹം ഉണ്ടാവില്ലേ? ആഗ്രഹമില്ല. ഇവര് തമ്മിലുള്ള അന്തർധാര വളരെ സജീവമായിരുന്നു. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? വെറുതെ പറഞ്ഞോ, ഞാൻ പേപ്പേനെ കൊണ്ട് പാടിപ്പിക്കാം. നിങ്ങൾക്ക് ആഗ്രഹമില്ല? ഒന്ന് ഒച്ചി പറ. അപ്പൊ ചേട്ടനും അനിയനും കൂടെ എങ്കിൽ നമുക്ക് വേണ്ടി നീലനിലവേ പാടി തരുന്നതായിരിക്കും. പ്ലീസ്, തൊണ്ട കറക്റ്റ് അല്ലാതെയാണ് അത് കറക്റ്റ് ആയിട്ട് പാടേണ്ടത്. എന്തിനാ മ്യൂസിക് ഡയറക്ടറിന് മുമ്പിൽ നാണം കിടത്തുന്നത്? അല്ല, എന്നാലും ഉണ്ടല്ലോ, ഇത് RDX സിനിമ നമ്മൾ എടുത്തു നോക്കിയാൽ നടക്കാതെ പോയ പ്രണയം ഇവിടെ, നടന്ന പ്രണയം അവിടെ, പക്ഷെ പാട്ട് കിട്ടിയ പ്രണയം ഇവിടെ. അതെങ്ങനെയായിരുന്നു? അതെന്തല്ലേ? അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ആ പാട്ട് പാടും. റെഡി, 1 2 3 സ്റ്റാർട്ട്. മൈക്ക് വന്നതിലും വലുതൊന്നും വരാനില്ല, നീ പാടാ. മ്യൂസിക് ഡയറക്ടറുടെ എല്ലാ അനുഗ്രഹത്തോടെ ഞങ്ങൾ തുടങ്ങുന്നു. മിനിയെയും കൂടെ വിളിക്കണം. എനിക്ക് നന്നായിട്ട് പാടാൻ അറിയാം. എങ്കിൽ മിനിയെ വിളിക്കാം. പ്ലീസ് പ്ലീസ്. ഇത്രയും വന്നപ്പോ നമുക്ക് പേരങ്ങ് തീർത്തേക്കായിരുന്നല്ലേ? ഒരാളെ നമ്മള് വിട്ടണം. നമുക്ക് 4 പേർക്ക് സംഘഗാനം തുടങ്ങുന്നു. ഒരു മൈക്കില്ല, 4 പിച്ചില് ഞങ്ങളിന്ന് പാട്ട് കേൾക്കും. ഞാൻ പറയാം, ഞാൻ ഒന്നും പറയാനില്ല. തകർപ്പൻ കോമ്പോസിഷനാണ് ബ്രോ, ഒന്നും പറയാനില്ല. ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും പാടില്ലേ? ഷെയ്നും മഹിമയും പാടുന്നു, ഇവർ രണ്ടുപേരും അനങ്ങാൻ നിൽക്കുന്നത്. ഇവർ പുറകെ ഡാൻസ് കളിക്കട്ടെ, അതല്ലേ ഹീറോയിസം അല്ലേ? അതിലും ഉണ്ടല്ലോ ടോൺ. എന്തായാലും ഗംഭീരമായിട്ട് നിങ്ങൾ അഭിനയിക്കാൻ മാത്രമല്ല പാട്ട് പാടാനും നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് തെളിയിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്ലീസ്. ഷെയ്ൻ വളരെ തിരക്കേറിയ മലയാള സിനിമാ നടന്മാരിൽ ഒരാളായി ഷെയ്ൻ മാറിക്കഴിഞ്ഞു. ആണ് സത്യമായിട്ടും. അപ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നുന്നുണ്ടോ, അതോ ഭയങ്കരമായി സന്തോഷിക്കാത്ത ആളാണോ? എങ്ങനെയുള്ള ആളാണ്? സന്തോഷം തോന്നുന്നുണ്ട്. ഷെയ്ന് ബേസിക്കലി ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണോ? ക്രിക്കറ്റ് ആണ് സ്പോർട്ടിൽ ഇഷ്ടം ആണ്. പക്ഷെ ഷെയ്ന് 2 ക്രിക്കറ്റ് ഉള്ള സിനിമകളുണ്ട്. അപ്പൊ ഞങ്ങൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ പറയട്ടെ, ഒന്ന് നമ്മുടെ
അതായത് നിങ്ങൾ ഷെയ്ൻ്റെ RDXും അതുപോലെ ഷെയ്ൻ്റെ പറവയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു സൈഡിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു വിക്കറ്റ് പോകും. അല്ലേ? അങ്ങനെ ഒരു കാര്യം നോട്ടീസ് ചെയ്തായിരുന്നോ? ഇങ്ങനെ എന്റെ 2 സിനിമ അത് റീലായിട്ട് ഇറക്കിയപ്പോ ഞാൻ അത് അപ്പഴാ ഓർത്ത് അങ്ങനെ കണ്ടു. രണ്ടും അപ്പുറം വെച്ചിട്ട് അല്ല അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇനി ഇതെന്താ പറയാ, ഇങ്ങനെ ഒരു നമ്മളെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് ഷെയ്ൻ എപ്പോഴെങ്കിലും തോന്നിയായിരുന്നോ? ആ തോന്നി, ചെറുതായിട്ടൊക്കെ തോന്നി. പിന്നെ പോട്ടെ, നന്നായി വന്നല്ലോ. ഇനിയിപ്പോ ക്രിക്കറ്റ് ആണോ അല്ലെങ്കിൽ കാമുകയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇപ്പൊ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ക്രിക്കറ്റ് അങ്ങനെ കളിക്കാറുമില്ല, കാമുകി ഇല്ലാത്തതുകൊണ്ട് രണ്ടിനും നമുക്കൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. അത് പ്രയോറിറ്റി ആണല്ലോ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇഷ്ടം ചിലപ്പോൾ ആ കാമുകിനോട് ചിലപ്പോൾ കൂടുതൽ തോന്നുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ക്രിക്കറ്റ് വേണ്ടാന്ന് വെക്കും. ചിലപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആ കാമുകി നമുക്കപ്പോ ഒരു അങ്ങനെയും തോന്നും. സാഹചര്യത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉത്തരവാണത്. ഷെയ്ന്റെ കാമുകയായിട്ട് വരുന്ന കുട്ടി ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, അല്ലേ? അങ്ങനെയല്ലേ? ഈ RDX എന്ന് പറയുന്ന ഇത്രയും ഭയങ്കര ഗംഭീരമായ ആക്ഷൻ സീക്വൻസുകളുള്ള പടം ചെയ്യാനായിട്ട് ഭയങ്കരമായി കഷ്ടപ്പെട്ടില്ലേ? ഏറ്റവും അധികം ബുദ്ധിമുട്ട് ചെയ്ത ആ ഒരു സീൻ അല്ലെങ്കിൽ സീക്വൻസ് എന്തായിരുന്നു? എല്ലാ സീനും ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞ ബോട്ട് ഫൈറ്റില് ഇപ്പൊ മാസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ, തൗസി മാസ്റ്റർ, അത് പ്രത്യേകം എടുത്ത് പറയേണ്ട. ഒരുപാട് പേര് പിന്നീടും പറഞ്ഞ അഭിപ്രായത്തിൽ കൂടെ ഉണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ബോട്ട് ഫൈറ്റ്. അതിപ്പോ ആദ്യം നമ്മൾ എടുത്തായിരുന്നു, അതിലൊരു കുറച്ച് എന്തോ ഒരു മിസ്സിങ്. അപ്പൊ അങ്ങനെ മാസ്റ്റർ അത് പിന്നീട് വന്നത് കുറെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് തന്ന് അതൊരു സെറ്റാക്കി തന്നു. അപ്പൊ അത് ആ ഫൈറ്റ് എനിക്ക് എപ്പോഴും മെമ്മറബിൾ ആണ്. എഫേർട്ടിന് അപ്പുറത്തേക്ക് അത് വന്നൊരു റിസൾട്ട് ആയിരിക്കാം ചിലപ്പോൾ അതിന്. ഷെയ്ൻ ഇപ്പോൾ മഹിമയുടെ കാര്യം പറഞ്ഞാൽ മഹിമ ഒരു യുവാക്കളുടെ ഹരമാണെങ്കിൽ ഷെയ്ൻ നിഗം യുവതികളുടെ ഹരമായി മാറിയിരിക്കുന്നു എന്നുള്ള സത്യം ഷെയ്ൻ മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ടോ? അത് ഞാൻ മനസ്സിലാക്കി തുടങ്ങി. ആണ്. ഒരുപാട് പ്രണയാഭ്യർത്ഥനകൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലൂടെയും കടന്നു വരുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലൂടെ കാണാറുണ്ട്. ആണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെസ്സേജിന് എപ്പോഴെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. എന്താ ഷെയ്ന് പ്ലീസ്? ഞാൻ എന്തും പറഞ്ഞു കൊടുക്കും. നിങ്ങളെ എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്കറിയില്ലല്ലോ ഇവരെ ആരെയും, ഒരു ഐഡന്റിറ്റി നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മുടെ ചേട്ടൻ വരുന്നുണ്ട്, എല്ലാരും ഒന്ന് കൈയടിച്ച് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യൂ. ഡോണി ചേട്ടോ. നമുക്ക് കുറച്ചു നേരം നമുക്ക് ഡോണിയോടും കൂടെ വർത്താനം പറയാം. അപ്പൊ ചേട്ടാ, ഡോണി ചേട്ടാ, പ്ലീസ് പ്ലീസ്. ഇത്രയും വലിയ ഇടിക്കാരനായ നമ്മുടെ RDXലെ ഡോണിയെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഗംഭീര ഇടിക്കാരനാണ്, ആൾക്കാർക്കൊക്കെ പേടിയാണ്, എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ ഭാര്യയെ പേടിയാണ്, അല്ലേ? അതെ, വെള്ളം അടിക്കാൻ പോലും ഭാര്യ അനുവദിക്കില്ലല്ലോ. യഥാർത്ഥ ജീവിതത്തിലെ ഭാര്യയുമായിട്ട് ഇതിന് എത്രമാത്രം സാമ്യമുണ്ട്? നല്ല സാമ്യമുണ്ട്. അതുകൊണ്ടാണോ ഭാര്യ അവിടെ തന്നെ നിർത്തിയേക്കുന്നത്? നീ അല്ല, ഇപ്പൊ നാട്ടിലേക്ക് വന്നല്ലോ. സ്ഥിരമായി ആണ്. അതെന്തോ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. അല്ല, പുള്ളിക്കാരി സ്വയം അങ്ങനെ ഇനി നഴ്സിംഗ് ഒന്നും വേണ്ട, നമുക്ക് ഇവിടെ സെറ്റിൽ ആകാം എന്നുള്ളൊരു തീരുമാനമായിരുന്നോ? അങ്ങനെയല്ല, അവൾക്ക് മറ്റേ ഐറിഷ് പൗരത്വം കിട്ടി, അപ്പൊ അങ്ങനെ നിർത്തി വന്നതാണ്. ആന്റണി പെപ്പെ എന്ന് പറയുന്ന, അതായത് പെപ്പെ എന്നുള്ള പേര് പോലും നമ്മൾ സിനിമയിലൊന്നും വന്നാണല്ലോ. കേരളത്തിന്റെ ഔദ്യോഗിക ഇടിക്കാരനായി മാറുക എന്നുള്ളതാണോ ആന്റണിയുടെ? അങ്ങനെയൊന്നുമില്ല, നമ്മൾ ചിന്തിച്ചിട്ട് പോലില്ല. ഇപ്പൊ നമ്മൾ ഒരു ഇടി പടത്തില് ആന്റണി പെപ്പെ എന്നുള്ള പേരില്ല എന്ന് വരുമ്പോഴത്തേക്കും ഒരു മാനസിക വിഷമ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെയൊക്കെ മാനസിക വിഷമമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഉണ്ട്, സത്യമായിട്ടുണ്ട്. RDXൽ ഏറ്റവും ഇമോഷണൽ ആയി ചെയ്ത ആ ഒരു സീൻ ഏതായിരുന്നു? അതിനകത്ത് ഒന്ന് മറ്റേ കൊച്ചിനെ കാണുമ്പോഴുള്ള കുഞ്ഞുതാ നടക്കുന്നു. ദൈവമേ, അവനെന്ന് വിളിക്കുന്നു, മോനെ അപ്പ വന്നടാ അപ്പ. ഹലോ, ഈ വാവയ്ക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ, ആര് വിളിച്ചാലും ഓടിച്ചാടി പോരും. ഷൂട്ടിന് അങ്ങനെ ആയിരുന്നില്ല. അതെ, ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ നിനക്ക്. അന്ന് ഇവന്റെ അടുത്ത് നിന്ന് അഭിനയിക്കാൻ എന്ത് പാടായിരുന്നു അറിയോ? ഇപ്പൊ ആളുകൾക്ക് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതൊരു ആൺകുട്ടിയാണല്ലോ, സിനിമയിൽ നമ്മൾ കണ്ട ഒരു പെൺകുട്ടിയായിരുന്നല്ലോ എന്ന്. പക്ഷെ സത്യത്തിൽ ഇവനൊരു ആൺകുട്ടിയാണ്, ഇവനെ പെൺകുട്ടി ആക്കിയതാണ്. പിണങ്ങി. ഈ വാവയുടെ പേരെന്താ? വർദ്ധാൻ. അതെന്തുകൊണ്ടായിരുന്നു അവനെ ഒരു പെൺകുട്ടിയാക്കാമെന്ന് തീരുമാനിച്ചത്? ഇവനെ ഇപ്പൊ ഈ കാണുന്ന ലുക്ക് അല്ലായിരുന്നു അന്ന്. ഞാൻ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ മുടിയൊക്കെ വളർത്തി നടക്കുന്ന രൂപത്തിലായിരുന്നു. ആ സമയത്ത് സൂപ്പർ സ്റ്റാർ ആക്കും, തമിഴിലൊക്കെ അഭിനയിച്ച് കുറെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ഷൂട്ടിംഗ് ഇതൊക്കെ കാണുമ്പോഴേ പേടിക്കത്തില്ല എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള അവൻ ഇതൊക്കെ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ കരയത്തില്ലെന്ന് ഓർത്ത് കൊണ്ടുവന്ന ഡേ 1 തൊട്ട് തുടങ്ങി. ഇപ്പൊ അതാ ചിരിച്ചു കാണുമ്പോ എല്ലാവർക്കും അത്ഭുതമാണ്. ഒരു സെക്കൻഡ് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല സെറ്റിൽ. അപ്പൊ കരയുന്ന സീൻ എടുക്കാനായിരുന്നല്ലേ ഏറ്റവും എളുപ്പം? അതില് കൊച്ചു ജീവിക്കായിരുന്നു.
അടിപൊളിയായിട്ട് ചെയ്തു. ഈ RDX എന്ന് പറയുന്ന ആ ഒരു ഫുൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പെപ്പെ ഏറ്റവും രസകരമായി തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു ദിവസമുണ്ടോ, ഒരു സന്ദർഭമുണ്ടോ, ഒരു ഇൻസിഡന്റ് ഉണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഡാൻസിന്റെ ആ ഷൂട്ട് നടന്ന ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസങ്ങളായിരുന്നു. അതെന്താ അറിയാലോ, കൂടുതൽ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയണില്ല. സംവിധായകൻ വല്ലാതെ വെള്ളം കുടിച്ചായിരുന്നോ പെപ്പെ ഡാൻസ്? ഇല്ല ഓക്കെ ആയിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, പെപ്പയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചെയ്താൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ രാവിലെ വന്നു പടപടാന്ന് പറഞ്ഞ് പരിപാടി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, അതേ ഉള്ളൂ. ആണ് അൻപറിവ് എന്ന് പറയുന്ന ആ 2 ഫൈറ്റ് മാസ്റ്റേഴ്സ് ഏറ്റവും ഗംഭീരമായി പഠിപ്പിച്ച ആ ഒരു സ്റ്റെപ്പ് ഏതാണ്? വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കാണിക്കട്ടെ? അല്ല എന്നെയല്ല, ഞാൻ ആരെങ്കിലും വിളിച്ചു. അല്ല അങ്ങനെയൊന്നുമില്ല, കൊറേ സ്റ്റെപ്പുകൾ കാണിച്ചു. നമ്മളങ്ങനെ ഞാൻ വെല്ലുവിളിക്കാണ്, ഒരു സ്റ്റെപ്പ് കാണിക്കാവോ? അങ്ങനെയൊന്നുമില്ല, സ്റ്റേജിലൊന്നും കാണിക്കാൻ പറ്റില്ല. ആണ് അവരാണ് ഈ പടത്തിലെ ഫൈറ്റ് മാസ്റ്റേഴ്സ് എന്ന് കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായി പേടിച്ചായിരുന്നു? പേടിയൊന്നുമില്ല, കാരണം ഞാൻ അൻപറിയൊന്ന് വിചാരിച്ച ഞാൻ ഒറ്റൊരാളാന്ന് വിചാരിച്ചോണ്ടിരുന്നത്. സത്യം പറയട്ടെ, എന്റെ ഇഗ്നോറൻസ് അങ്ങനെ തന്നെയായിരുന്നു, പിന്നീട് ഞാൻ മനസ്സിലാക്കി. ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചോണ്ടിരുന്നത്, ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. പിന്നെ വിക്രത്തിലെ എന്താ പറഞ്ഞു എന്താ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പിന്നെ പറയാന്നു. വിക്രത്തിലെ മാസ്റ്റേഴ്സ് ആണെന്ന് അറിയാം, KGF-ന്റെ ഒക്കെ മാസ്റ്റേഴ്സ് ആണെന്ന് അറിയാം. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരെന്താണ് ചെയ്യാൻ പോണേന്നുള്ളതാണ് നമ്മുടെ എങ്ങനത്തെ ഓരോ ഫൈറ്റിന്റെ സീക്വൻസുകളൊക്കെ എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അന്ന് ഉണ്ടായ അപകടം എന്തായിരുന്നു? അതെനിക്ക് ഷൂട്ടിന്റെ ഇടയിലല്ല എനിക്ക് പറ്റിയത്. എനിക്ക് ഷൂട്ടിന് ഒരു 2 ദിവസം മുമ്പാണ് എനിക്ക് അപകടം പറ്റിയത് ഷോൾഡറിന്. സിനിമ വിജയിച്ച് ഭയങ്കര ഗംഭീരമായി കത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഏറ്റവും സന്തോഷം നൽകിയ ആ ഒരു ഫോൺ കോൾ ആരുടേതായിരുന്നു? എനിക്കോ? എനിക്ക് നമ്മുടെ പടം കണ്ടുകൊണ്ടിരുന്നപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ വിളിച്ചിട്ട് ഇന്റർവെല്ലില്, സാധാരണ ഇവൻ എല്ലാ പടത്തിനും അവൻ ജെന്യുവനായിട്ട് അഭിപ്രായം പറയും. അപ്പൊ ഈ പടത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയാ ഒരു രക്ഷയില്ല, നെക്സ്റ്റ് ലെവൽ ഇന്റർവെല്ല്. ക്ലൈമാക്സ് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനി ഒന്നും നോക്കണ്ട, പടം 50 കോടി അടിക്കുന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ അതിലും അതിന്റെ ഇരട്ടി സംഭവിച്ചു. 100 കോടിയിലെത്തി. അത് എനിക്ക് ഏറ്റവും ഭയങ്കര, കാരണം ആ സമയത്ത് ഞാൻ പേടിച്ച് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു പ്രാർത്ഥിച്ച്. ആ സമയത്താണ് വിളിച്ചു പറയണത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഭാര്യ എന്താ പറഞ്ഞേ? അവൾക്ക് ഭയങ്കര സന്തോഷായി. ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിക്കാരി ഇരുന്ന് കരയുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഭർത്താവേ, ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് എന്റെ അടുത്ത് പറഞ്ഞത്, സിനിമ കാണാൻ വരുമ്പോൾ മര്യാദയ്ക്ക് നേരമൊക്കെ സിനിമ കാണണം, തൊട്ടടുത്തിരിക്കുന്ന പെൺപിള്ളേരെ നോക്കണം. അല്ല, ഞാൻ നോക്കണതെന്ന് വെച്ചാൽ അവരുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ നോക്കണത്. അതിനു വേണ്ടി, അല്ലാതെ നമ്മൾ വേറെ അങ്ങനെയൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല. ഇപ്പൊ എന്തായാലും ഗംഭീര സിനിമയായി മാറി, ഇനി മികച്ച അവസരങ്ങൾ ഉണ്ടാവട്ടെ, നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് പെപ്പെ, ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. RDX നമ്മുടെ സേവ്യറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. സേവ്യർ ആകാനായിട്ട് എന്തുമാത്രം കഷ്ടപ്പാടുകൾ ഏറ്റെടുത്തു? അത് കുറച്ചധികം കഷ്ടപ്പാട് ഉണ്ടായിരുന്നു. കാരണം നഹാസിന്റെ അടുത്ത് വന്നിട്ട് നഹാസിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ നഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് പഠിക്കണം. അത് പണ്ട് ബാബാനി ചേട്ടനാണ് മലയാള സിനിമയിൽ തൊട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കൈവെക്കുമ്പോൾ അതും അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം അത് കൺവിൻസിങ് അല്ലെങ്കിൽ പണി പാളെന്ന് പറഞ്ഞു. അപ്പം അത് പഠിക്കാൻ കുറച്ച് പാടുപെട്ടു. പിന്നെ ഈ പറയുന്ന പോലെ പെപ്പയുടെ ഒക്കെ കൂടെ ഇടിച്ച് നിൽക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്കൗട്ട് പരിപാടികൾ, അങ്ങനെ കണ്ടാൽ ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ആളാണെന്നുള്ള രൂപത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ബാബു ആന്റണി എന്ന് പറയുന്നത് നമ്മുടെ ഫൈറ്റിന്റെ ഒരു സ്റ്റാർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് നീരജ് മാധവ് എന്നാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. സത്യമല്ലേ? എനിക്കറിയില്ല. അങ്ങനെയല്ലേ? അതല്ലേ കുറച്ചുകൂടെ മൂക്കണെന്ന്. വൈദ്യുചേട്ടൻ ആരെങ്കിലും ഒരു പടമല്ലേ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ, കുറച്ച് പടങ്ങളൂടെ ചെയ്ത് ഫൈറ്റ് തുടർന്ന് വരട്ടെ അല്ലേ? ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. ആണ്. റോബർട്ടിന് വിനിയുണ്ട്, ഡോണിക്ക് സിനിയുണ്ട്, സേവിയറിനെ ഒതുക്കിയോ? സേവിയറിന് നഞ്ചക്സ് ഉണ്ട് അല്ലേ? അതാണോ പ്രണയം നഞ്ചക്കിനോട് മാത്രം? അങ്ങനെയാണോ? സേവിയറിന്റെ സെക്ഷൽ ഓറിയന്റേഷനെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഡയറക്ടർ പറഞ്ഞു തന്നിട്ടില്ല. ആ ലെവലോട്ട് ഡയറക്ടർ പഠിപ്പിക്കാനുണ്ടോ ഇനി? എല്ലാ ക്ലാരിറ്റിയും കൊടുക്കണമല്ലോ. സിനിമയിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും? സിനിമ മൊത്തത്തിൽ മെമ്മറബിൾ ആയിരുന്നു. ഏറ്റവും ബുദ്ധിമുട്ടി ഷൂട്ട് ചെയ്തൊരു സിനിമയാണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു എന്താ പറയുക പുതുമയും മൊത്തത്തിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര വലുതായിരുന്നു. അപ്പം ഇപ്പം നമ്മളൊക്കെ പല രീതിയിൽ ഇൻജോർഡ് ആയിരുന്നു, പല രീതിയിൽ പല പല അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഷൂട്ട് നിർത്താൻ നമ്മൾ
ആരും തയ്യാറായില്ല. സമ്മതിച്ചിട്ടില്ല അതിൽ. മനസ്സിൽ എല്ലാവരും പക്ഷെ എവിടെയെങ്കിലും ആഗ്രഹിച്ചിരുന്നോ 2 ദിവസം ഒന്ന് റെസ്റ്റ് വന്നിരുന്നെങ്കിൽ ഈ ദുഷ്ടന്മാരൊന്നും അങ്ങനെ ആഗ്രഹിച്ചായിരുന്നോ? ഇല്ല, അത് ആക്ച്വലി നമുക്കറിയാലോ. കാരണം ഇപ്പോൾ ക്ലൈമാക്സിൽ എൻ്റെ കാല് ഇതായി ട്വിസ്റ്റായിട്ട് ടെൻഡൻ ഇഞ്ചുറി വന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റാണ്, അൻപറിവ് വന്നിട്ടുണ്ട്. അത്രയും വലിയ സെറ്റപ്പ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ 50 ലക്ഷം രൂപയുടെ കോസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും എണീറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാന്നുള്ള ഒരു പരിപാടിയിലേക്ക് പിടിച്ചു. അതിൻ്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തി. ആണ്. നീരജിനെ ഏറ്റവും കൂടുതൽ ആ ഒരു രോമാഞ്ചം കൊള്ളിച്ച ആ ഒരു സീൻ ഏതായിരുന്നു? അല്ല, എൻ്റെ സീനുകളിൽ 2 സീനുകളാണ് നഹാസ് നരേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ബേസിക്കലി ആ 2 സീനുകളിലാണ് പടത്തിൽ ഹുക്കായത്. ഈ കഥ കേട്ടിട്ട്, അതായത് പ്രേമമില്ല, മറ്റതില്ല, മറിച്ചില്ല. പക്ഷേ ഈ 2 സീൻ, അതായത് ഒന്ന് ഇൻ്റർവെൽ കാർണിവൽ സീക്വൻസിൽ സേവിയറുടെ ഇത് നഞ്ചക്സ് ആണല്ലോ, അപ്പോൾ പുള്ളി നഞ്ചക്സ് ഇല്ലാതെയാണ് ആ കാർണിവൽ ഫൈറ്റിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഒരു പോയിന്റിൽ 2 പിള്ളേർ വന്നിട്ട് മാസ്റ്റർ ആ ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ കോളനി ഫൈറ്റിലെ ഭയങ്കര ഒരു സിറ്റുവേഷനിലുള്ള ഒരു എൻട്രി ഉണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് പേഴ്സണലി അത് കേൾക്കുമ്പോഴേ, അതായത് പടം കാണുമ്പോൾ നമ്മളുടെ സീൻ ആയതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു രോമാഞ്ചം ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഫസ്റ്റ് രോമാഞ്ചം ഫീൽ ചെയ്ത സീന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കയറി അടിക്കുമ്പം ആദ്യം അടി കൊണ്ടിട്ട് മറ്റേ നീ വലിയ കരാട്ടക്കാരനല്ലേ, അടിക്കടാന്ന് പറയുമ്പോൾ ആളെ കയറിയിട്ടുള്ളൊരു ഒരു ഇടിയുണ്ട്. അത് ഭയങ്കര ലൈക്ക് ഞാൻ പടം പ്രോപ്പർലി ലാൻഡായി തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞങ്ങളൊക്കെ ഞാനും നാസൊക്കെ മറ്റേ സീറ്റൊന്നും കിട്ടാനിട്ട് നിലത്തിരുന്നിട്ടാണ് FDFS കാണുന്നത്. പെപ്പെ പള്ളികളിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നറിഞ്ഞു. ഷെയ്നും പ്രാർത്ഥനയിലായിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ ഇവരൊക്കെ കൂടെ അവിടെ ഇരുന്ന് കാണാം. അപ്പം ഞാൻ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു സീക്വൻസിൽ എത്തിയപ്പോഴാണ് പരിപാടി അങ്ങോട്ടോ ലൈക്ക് സെറ്റാണ്. ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് വർക്കാണെന്നുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ അവിടെ ആ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തൊരു മൊമെന്റാണ്. RDX സിനിമയിലെ ഡയറക്ടർ നഹാസിനെ കുറിച്ചും പ്രൊഡ്യൂസർ സോഫിയ പോളിനെ കുറിച്ചും ഓരോ വാക്കുകളിൽ ഡിസ്ക്രൈബ് ചെയ്യുക. Ambitious dreamer who will not give up at any cost. Wow. And Sophia Paul. Visionary. അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച് നീരജ്. ബിഹൈൻഡ് വുഡ്സിന്റെയും അതോടൊപ്പം തന്നെ ജിനൂസ് അക്കാഡമിയുടെയും സ്നേഹോപഹാരം നൽകുന്നതിനായി ജിനൂസ് അക്കാഡമി മാനേജിംഗ് ഡയറക്ടേഴ്സ് ടാലന്റ് വർഗീസ് ആൻഡ് ജിനോ ടാലന്റ് എന്നിവരെ ക്ഷണിക്കുന്നു. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ ഗിഫ്റ്റ് നൽകുന്നതിനായി സോഫിയ പോൾ ചേച്ചിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ ഗിഫ്റ്റ് നൽകുന്നതിനായി നഹാസ് ഹിദായത്തിനെ ക്ഷണിക്കുന്നു. ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്നതിനായി നീരജ് മാധവനെ ക്ഷണിക്കുന്നു. Behind Woods presents RDX Success Celebration supported by Genus Academy, DJ Detergents and REG Immigration and Education. OET IELTS പഠനം മുതൽ UK ന്യൂസിലൻഡ് റിക്രൂട്ട്മെന്റ് വരെ ജിനൂസ് അക്കാഡമി ഉറപ്പ് നൽകുന്നു. DJ ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യോ 1 കപ്പ് മാജിക്. വിദേശ പഠനമാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള REG Immigration and Education കൂടെയുണ്ട്.